ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം മികച്ച ജോലി. ഇപ്പോൾ ധാരാളം പേയ്മെൻറ്റ് പുതിയ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും തടസ്സമുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് ചില ഡിലേ ചെയ്യുക, കുറച്ച് കട്ട് ചെയ്യുക. വാസ്തവത്തിൽ ഇന്നിപ്പോൾ ആളുകൾ സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് എന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തൂഫാൻ വാരിയറായിട്ടുള്ള ഒരാളെന്ന നിലയിൽ വന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം വന്നിരിക്കുന്നു. ആ പടം അടക്കം മാറ്റുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ പോലും പോയി എന്നാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ മെറ്റയിൽ നിന്ന്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാന ധനവകുപ്പിൽ ഇപ്പോൾ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. കാരണം ബജറ്റ് അലോക്കേഷൻ പോലും നിലവിൽ വിവിധ വകുപ്പുകൾക്ക് കൈമാറിയിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ പോലും ധനകാര്യ വകുപ്പിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ധനകാര്യ വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ പല തീരുമാനങ്ങളും സമയബന്ധിതമായി വരുന്നില്ല എന്നും പ്ലാൻ അനുസരിച്ച് കൊടുക്കാനുള്ള പേയ്മെൻറ്റും മറ്റ് പേയ്മെൻറ്റുകളും കറക്റ്റായിട്ട് വരുന്നില്ല, വർക്കുകൾക്ക് അനുവാദം വരുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വകുപ്പുകളുടെ സ്പെൻഡിങ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് പകുതി സമയം കഴിയുകയാണ് ഈ സാമ്പത്തിക വർഷം. ആ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അംഗീകരിച്ചത് സ്പെൻഡ് ചെയ്ത് നല്ലതുപോലെ വരേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഗഡുവാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവറിന് വേണ്ടി പണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയുന്നതാണ്. 6300 കോടി ട്രഷറി ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ 2300 കോടി നമ്മൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ, തദ്ദേശ സ്ഥാപനം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കാത്തതുകൊണ്ടാണ് അത് പോഞ്ഞത്. അപ്പോൾ അത് വാസ്തവത്തിൽ ആ ഫണ്ടുണ്ട്, 6300 കോടി ഉണ്ടെന്നുള്ളത് കണക്കാണല്ലോ. എന്നാൽ 2300 കൊടുക്കേണ്ട, അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ധാരാളം പേയ്മെൻറ്റ് പുതിയ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും തടസ്സമുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് ചില ഡിലേ ചെയ്യുക, കുറച്ച് കട്ട് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളാകെ അപകടത്തിലാണ്. പല സ്ഥലത്തും മാസങ്ങളോളം പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് പല വകുപ്പുകളിലും. ഈ കോൺട്രാക്റ്റ് അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സുണ്ട്. പല ആളുകളെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗവൺമെൻറ് വന്ന് ഇത്രയും സമയമായിട്ടും ഒട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഫീലിംഗ് പൊതുവിൽ ആളുകളുടെ ഇടയിലുണ്ട്. നമുക്ക് നേരിട്ട് MLA മാരെന്ന നിലയിലൊക്കെ ഞങ്ങൾക്കറിയാം മണ്ഡലങ്ങളിലെ വർക്കുകളും മറ്റു മേഖലയിലും. അപ്പോൾ അങ്ങനൊരു പ്ലാനിങ്ങിൻ്റെ കുഴപ്പം ധാരാളം വരുന്നുണ്ട്. പേയ്മെൻറ്റ് നടക്കുന്നില്ല, ആ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന ഒരു സമീപനമാണോ? ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന സമീപനമാണ് എന്ന് തോന്നാവുന്ന തരത്തിലാണല്ലോ. കാര്യം വാചകവടിയില്ലാതെ കാര്യങ്ങൾ വരുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നത് ഈ മെറ്റയിൽ നിന്നും ഈ മുഖ്യമന്ത്രിക്കെതിരായി വരുന്ന ചില പോസ്റ്റുകളുടെ കാർഡുകളൊക്കെ മൊത്തമായി നീക്കം ചെയ്യുന്ന സമീപനം പൊതുവെ ഇപ്പോൾ വരികയാണ്. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണോ? വാസ്തവത്തിൽ ഇന്നിപ്പോൾ ആളുകൾ സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് എന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പലതും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പലപ്പോഴും ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ, പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ വലിയ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. വിമർശനത്തിനൊന്നും ഒരു കാലത്തും ഭയപ്പെടുകയും തടയുകയും ചെയ്തിട്ടുമില്ല ഇടതുപക്ഷം. പക്ഷെ ഇവിടെ അങ്ങനല്ല. വളരെ സോളിഡായിട്ടുള്ള എവിഡൻസ് ഉള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും അത് അംഗീകരിക്കുന്നില്ല, അത് മാറ്റുകയാണ്. ഇപ്പോൾ തൂഫാൻ വാരിയറായിട്ടുള്ള ഒരാളെന്ന നിലയിൽ വന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം വന്നിരിക്കുന്നു. ആ പടം അടക്കം മാറ്റുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ പോലും പോയി എന്നാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ മെറ്റയിൽ നിന്ന്. അതൊക്കെ വളരെ ഡ്രക്കോണിയനായിട്ടുള്ള ഒരു നിയമം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് ഇവർ. ചുരുക്കത്തിൽ ഒരു സൈബർ രംഗത്ത് അടിയന്തരാവസ്ഥയാണ്. അത് പ്രതിപക്ഷത്തെ മാത്രം ഉദ്ദേശമൊന്നുമല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തനമോ സാധാരണ ജനങ്ങളെയൊക്കെ അഭിപ്രായം പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇത് തുടക്കത്തിൽ ഇത്രയായി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയാൽ എന്തായിരിക്കും ശ്രീ VD സതീശൻ്റെ ഭരണ സംവിധാനങ്ങളും ഇതുപോലുള്ള ഏകാധിപത്യ പ്രവണതകളും ഒന്നും ജനങ്ങൾ സംശയിക്കും. എന്തായാലും അതുതന്നെയാണ് ഈ പ്രതിപക്ഷ വാക്കുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉൾപ്പെടെ മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവയശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.